ഗുഡ് ഈവനിങ്. ഒരു വർഷം മുമ്പ് ഞങ്ങൾ വളരെ വിഷകരമായ ഒരു ഘട്ടത്തിൽ തുടക്കം കുറിച്ച ഒരു സംരംഭമാണ് ലഹരി വിരുദ്ധ കൂട്ടായ്മ അടുക്കുക എന്ന് പറയുന്ന ഒരു സംരംഭം. അതിന് എന്തിനു വേണ്ടിയാണെന്ന് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ തന്നെ ഒരു പ്രസ് മീറ്റിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു. വളർന്നു വരുന്ന യുവതലമുറ ക്യാൻസർ രോഗത്തിനേക്കാളും മാരകമായ ഈ ലഹരി എന്ന വിപത്തിൽ നിന്ന് രക്ഷപ്പെടാതെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ചുറ്റുപാടിൽ ചെറിയ പിഞ്ചു മക്കൾക്ക് പോലും ലഹരി നൽകിക്കൊണ്ട് ഈ ലഹരി മാഫിയകൾ നാട്ടിൻ്റെ മുഴുവൻ ഒരു അധികാരം കൈയാളുന്ന സമയത്താണ് ഞങ്ങൾ തുടക്കം കുറിച്ചത്. ഇന്ന് ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. അന്ന് ഇവിടെ നിന്ന് പല ചോദ്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിരുന്നു. ഇന്നും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഒരു വർഷം മുമ്പ് ഇത് തുടക്കം കുറിക്കുമ്പോൾ പലരും പറഞ്ഞു, ഇത് ഒരുപാട് വൈകിപ്പോയി, എന്തിനാണ് ഇത്തരം ഒരു കൂട്ടായ്മ നിങ്ങൾ ഇപ്പോൾ രൂപീകരിച്ചത്? ഇത് ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് നാട്ടിനെ രക്ഷിക്കാൻ, സമൂഹത്തെ രക്ഷിക്കാൻ, നമ്മുടെ പിഞ്ചു മക്കളെ രക്ഷിക്കാൻ, വളർന്നു വരുന്ന യുവതലമുറയെ നല്ല നടത്തിപ്പിലേക്ക് കൊണ്ടുവരാൻ ഇനി നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പലരും ഞങ്ങൾ പുച്ഛിച്ച് തള്ളിയ ഒരു സമയത്താണ് ഞങ്ങൾ ഇന്ന് തുടക്കം കുറിച്ചതും. ഇന്ന് ഞങ്ങൾ ഒരു വാർഷികത്തിലേക്ക്, അതായത് ഒക്ടോബർ മാസം 2-ാം തീയതി ഗാന്ധി ജയന്തി ദിവസം എന്ന ആ പുണ്യ ദിവസത്തിൽ വലിയ വിപുലമായ രീതിയിൽ ബന്ദിയോടിൽ നിന്ന് 2-ാം തീയതി കൃത്യം 3 മണിക്ക് ആരംഭിക്കുന്ന ഒരു റാലിയും അതിനോടനുബന്ധിച്ച് അടുക്ക ജംഗ്ഷനിൽ വെച്ച് നടക്കുന്ന പൊതുയോഗവും ബോധവൽക്കരണ ക്ലാസും കർണാടക സ്പീക്കർ UT ഖാദർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ ജനകീയനായ മഞ്ചേശ്വരം MLA AK അഷ്റഫ് സാഹിബാണ്. കൂടാതെ ബോധവൽക്കരണ ക്ലാസ് ഒരുപാട് 3000-ൽ പരം ഒരു വേദികളിൽ ഇത്തരം ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തിയ രഘുനാഥൻ സാറാണ്, എക്സൈസ് അസിസ്റ്റന്റ് ഓഫീസർ, നമ്മുടെ വേദിയിലേക്ക് എത്തുന്നത്. ഞങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു 5000 ആൾക്കാരെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്യുന്നത്. ഞങ്ങൾ തുടക്കം കുറിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ബലമൊന്നും ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് വലിയൊരു പിന്തുണയൊന്നും ആരിൽ നിന്നും ലഭിച്ചില്ല. പക്ഷേ ഞങ്ങൾ കരുതിയതുപോലെ ഒരുപാട് കേസുകൾ ഞങ്ങളുടെ നേരെ വന്നു. ഇന്ന് ഈ വിനീതനായി ഞാനടക്കമുള്ള ചില ആൾക്കാർക്ക് 2-3 കേസ് ഞങ്ങളുടെ നേരെ വന്നു. വീണ്ടും ഇപ്പോൾ വനിതാ കമ്മീഷനിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എന്നെ വിളിച്ചിരുന്നു, ഒരു കേസും കൂടി ഞങ്ങളുടെ നേരെ വരുന്നുണ്ട്. ഈ ലഹരി മാഫിയകളെ നിങ്ങൾ അവരുടെ മേലെ ഒരുപാട് കേസുകളുണ്ട്, പക്ഷെ ഇപ്പോൾ അവിടെ നന്നായി നടക്കാൻ ആഗ്രഹിക്കുന്ന സമയത്തും നിങ്ങൾ അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന വാസ്തവവിരുദ്ധമായ ചില കാര്യങ്ങൾ എന്നോട് അവിടെ നിന്ന് മേഡം വിളിച്ച് പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി ഞാൻ അവർക്ക് നൽകി. പക്ഷെ ഞങ്ങളുടെ ഒരു പ്രതിജ്ഞയായിരുന്നു, ഞങ്ങൾക്ക് എന്ത് ജീവഹാനി സംഭവിച്ചാലും, ഞങ്ങൾക്ക് എന്തൊരു എതിർപ്പ് വന്നാലും, അന്ന് ഞാൻ പറഞ്ഞതാണ്, അതേ വാക്ക് ഞാൻ വീണ്ടും കടമെടുക്കുന്നു, ഒരു മല തന്നെ ഞങ്ങളുടെ നേരെ വന്നാലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയില്ല. ഞങ്ങളുടെ നാട്ടിന്റെ ഈ ഒരു വിപത്തിനെ ഉന്മൂലനം ചെയ്തിട്ടല്ലാതെ ഞങ്ങൾക്ക് വിശ്രമമില്ല എന്ന്. തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങൾ സംതൃപ്തരാണ്. അത് ഞങ്ങൾ പറയേണ്ട, നിങ്ങളൊക്കെ പത്രമാധ്യമക്കാരാണ്, നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. ബൈതല നാട്ടിലേക്ക് വൈകുന്നേരം 5-6 മണി കഴിഞ്ഞാൽ പോകാൻ പ്രയാസമായിരുന്നു എന്ന് ബൈതല നാട്ടുകാർ പറയുന്നുണ്ട്. ഞങ്ങൾ അടുക്കത്തിന് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ബൈതല എന്ന് പറയുന്നത്. അവിടെയുള്ളവർ പോലും പറയുന്നു, വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ റോഡിന്റെ നടുക്ക് വണ്ടി ഉണ്ടാവും, തോക്ക് ചുണ്ടും കത്തി ചുണ്ടും പണം അപഹരിക്കപ്പെടും. പലർക്കും പണം അപഹരിക്കപ്പെട്ടിട്ടും ആരും പുറത്ത് പറഞ്ഞില്ല, അവരെ പേടിച്ചിട്ട്. ഇന്ന് അല്ലാഹു ദൈവം അനുഗ്രഹിച്ച് രാത്രി 2 മണിക്ക് ആ വഴിയിൽ കൂടി സഞ്ചരിക്കാൻ ആർക്കും ഒരു പ്രയാസമില്ല. അത്തരം ഒരു സ്ഥിതി വിശേഷം ഉണ്ടാക്കിയത് ലഹരി വിരുദ്ധ കൂട്ടായ്മ അടുക്കുന്നു എന്ന് പറയുന്ന ജാതി മത ഭേദമന്യേ രാഷ്ട്രീയമില്ലാതെ കണ്ട്, അതിൽ മതമില്ലാതെ കണ്ട് ഞങ്ങൾ എല്ലാവരും ഒരു നാട് ഒന്നായത് കൊണ്ടാണെന്ന് ഞാൻ ഇവിടെ വളരെ സന്തോഷപൂർവ്വം ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ഞങ്ങളോട് കൈകോർത്തു. അവിടെയുള്ള ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എല്ലാവരും ഞങ്ങളോട് കൂടെ നിന്നുകൊണ്ട് രാഷ്ട്രീയമില്ല, അതിന് BJP ഇല്ല, CPM ഇല്ല, കോൺഗ്രസ് ഇല്ല, മുസ്ലിം ലീഗ് എന്നില്ല, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു സംരംഭത്തിൽ ഞങ്ങളുടെ കൂടെ നിന്നതുകൊണ്ട് ഞങ്ങളുടെ നാട് നന്നായി എന്ന് നിയമപാലകരും സമ്മതിച്ചിരുന്ന ഒരു സംഭവമാണ്.
പക്ഷെ കേസിന്റെ വിഷയത്തിൽ മാത്രം ഞങ്ങളുടെ മേലെ കേസ് വന്നു. അതൊക്കെ ഞങ്ങൾ ആ വേദിയിൽ വെച്ച് മറ്റന്നാൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്.